താജ്മഹലിന്റെ സമീപത്തു നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കോട്ടയുടെ സമീപത്തേക്കെത്താം. ഉത്തർപ്രദേശിലെ ആഗ്രയിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണിത്. പേര് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നൊരു പേര് കൂടി ഈ കോട്ടക്കുണ്ട്. അക്ബർ ചക്രവർത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോട്ട നിർമ്മിച്ചത്. മകനായ സുൽത്താൻ ഔറംഗസീബിനാൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി തന്റെ അവസാന കാലം ചിലവഴിച്ചത് ഈ കോട്ടയിലാണ്. ഈ കോട്ടയ്ക്കകത്തായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഖജനാവ് ഉണ്ടായിരുന്നത്. ആഗ്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് താജ്മഹലാണ്. എന്നാൽ ആഗ്രയുടെ യഥാർത്ഥ ചരിത്രം കിടക്കുന്നത് ഈ കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ്. യമുന നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. AD 1638 വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഈ കോട്ടയായിരുന്നു. AD 1638 മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ കോട്ടയുടെ മൂന്നിലൊരു ഭാഗത്തേക്ക് വിസിറ്റേഴ്സിന് പ്രവേശനമുള്ളൂ. ബാക്കി 2 ഭാഗവും ഇന്ത്യൻ ആർമിയുടെ കൈവശമാണ്. വേനൽക്കാലത്താണെങ്കിൽ കോട്ടയുടെ ഒരു ഭാഗം കണ്ടു തീരുമ്പോഴേക്കും നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട കാണാനുള്ള പൂതി തീരും. കാരണം അമ്മാതിരി ചൂടാണ്. ആ ചൂടങ്ങനെ കൊള്ളുമ്പോ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് കോട്ടക്കകത്ത് ജനങ്ങൾ താമസിച്ചത് എന്ന്. കോട്ടയുടെ അകത്തുള്ള ചില നിർമ്മിതികളുടെ എഞ്ചിനീയറിംഗ് വിദ്യ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. തന്റെ സൈന്യത്തിന്റെ 10 ഇരട്ടി വരുന്ന സൈന്യത്തെ കീഴടക്കിയാണ് ബാബർ ഈ കോട്ട സ്വന്തമാക്കി ഭരണം തുടങ്ങിയത്. ഈ കോട്ടക്കകത്താണ് ലോകപ്രസിദ്ധവും ഏറ്റവും അധികം വിലപിടിപ്പുള്ളതുമായ കോഹിനൂർ രത്നം ഉണ്ടായിരുന്നത്. അപ്പോ എന്താണ് ആഗ്ര കോട്ടയുടെ ചരിത്രമെന്നും കോട്ടക്കകത്ത് കാണുന്ന നിർമ്മിതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. അക്ബർ ദർവാസ, ലാഹോർ ഗേറ്റ്, അമർസിംഗ് ഗേറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഗേറ്റ് വഴിയാണ് പ്രവേശനം. 1568 അക്ബർ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത്. ഈ കവാടത്തിലൂടെ കോട്ടയ്ക്ക് പുറത്തുനിന്ന് കിടങ്ങി കിടക്കുന്നതിന് മരം കൊണ്ടുള്ള മടക്കി വെക്കാവുന്ന പാലം ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്ന കവാടം ഹാത്തി പോൾ അഥവാ ആനക്കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചക്രവർത്തിയുടെ ആനകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഈ കവാടത്തെ ആനക്കവാടം എന്ന് വിളിക്കുന്നത്. കോട്ടയുടെ ഡൽഹി ഗേറ്റ് പോലെ തന്നെ അമർസിംഗ് ഗേറ്റും ചുവന്ന മണൽ കല്ല് കൊണ്ട് തന്നെ സമാന ശൈലിയിൽ നിർമ്മിച്ചതാണ്. പുറത്തുനിന്നും കോട്ടക്കകത്തേക്ക് 4 പ്രവേശന കവാടങ്ങളുണ്ട്. ഇരട്ട ഭിത്തിയുള്ള കോട്ടയുടെ മതിലുകൾക്ക് 70 അടി ഉയരമുണ്ട്. ഏകദേശം 94 ഏക്കറിലാണ് കോട്ടയുള്ളത്. ഭിത്തിയിൽ ഇടയ്ക്കിടെയായി വൃത്താകൃതിയിലുള്ള കൂറ്റൻ കൊത്തളങ്ങളുമുണ്ട്. കോട്ടക്കകത്ത് നിന്നും പുറത്തുപോയി വരുന്ന രാജാക്കന്മാരെ സ്ത്രീകൾ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചത് ഇവിടെ വെച്ചാണ്. 2 ഗോപുരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടത്തിന് മുകളിൽ വെച്ചാണ് സ്ത്രീകൾ രാജാക്കന്മാരുടെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിയിരുന്നത്. രാജാക്കന്മാരുടെ ആനകൾക്ക് നടക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാനുള്ള സെറ്റപ്പും തറയിൽ കാണാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കോട്ടയാണിത്. ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ തങ്ങളുടെ സാമ്രാജ്യം ഭരിച്ചത് ഇവിടെ വെച്ചാണ്. നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രത്തിന്റെ അടയാളമാണ് ആഗ്ര കോട്ട. നിരവധി രാജവംശങ്ങളുടെ പതനത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും എല്ലാം ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട സിഗർവാർ ഗോത്രത്തിന്റെ അധീനതയിലായിരുന്നു. AD 1080 ഗസ്നികൾ ഇത് പിടിച്ചെടുത്തു. ഡൽഹി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്നും ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാലത്ത് ആഗ്രയ്ക്ക് അവരുടെ 2ാം തലസ്ഥാനം എന്ന പദവി കൈവന്നു. 1517 സിക്കന്ദർ ലോധി മരണമടഞ്ഞത് ഈ കോട്ടയിൽ വെച്ചാണ്. 1526 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നത് വരെ സിക്കന്ദർ ലോധിയുടെ പുത്രനായ ഇബ്രാഹിം ലോധി ഈ കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തി പോന്നു. ഇക്കാലത്ത് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളും അദ്ദേഹം ഈ കോട്ടക്കകത്ത് പണി കഴിപ്പിച്ചിരുന്നു. പാനിപ്പത്ത് യുദ്ധത്തിലെ വിജയത്തിനു ശേഷം മുഗളന്മാർ ഈ കോട്ടയും ഇവിടുത്തെ വമ്പൻ സമ്പത്തും പിടിച്ചടക്കി. ബാബറുടെ മരണശേഷം 1530 ഹുമയൂൺ ചക്രവർത്തിയായതും ഇതേ കോട്ടയിൽ വെച്ചാണ്. 1540 ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ പഷ്തൂൺ നേതാവായ ഷേർഷാ സൂരി തുടർന്നുള്ള 5 വർഷക്കാലം കോട്ട നിയന്ത്രണത്തിലാക്കി. 1556 ഹുമയൂൺ പഷ്തൂണുകളെ തോൽപ്പിച്ചതോടെ ആഗ്ര കോട്ട വീണ്ടും മുഗളന്മാരുടെ പക്കൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിലെ 4ാമത്തെ ചക്രവർത്തിയും പക്ഷി നിരീക്ഷകനും ശാസ്ത്ര ഗവേഷകനുമായ ജഹാംഗീറിന്റെ ബാത്ത് ടബാണിത്. അതായത് അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ നിർമ്മിച്ചെടുത്ത ബാത്ത് ടബാണിതെന്നാണ് പറയുന്നത്. ഹുമയൂൺ ചക്രവർത്തി തന്റെ ഗ്രന്ഥശാലയുടെ പടിക്കെട്ടിൽ നിന്നും കാൽ തെന്നി വീണ് പരിക്കേറ്റ് 5 മാസക്കാലം ബെഡിൽ കിടന്ന് അവസാനം 1556 ജനുവരിയിൽ മരണപ്പെട്ടു. തുടർന്ന് പുത്രനായ ജലാലുദ്ദീൻ മുഹമ്മദ് എന്ന അക്ബർ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി. പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് കോട്ടയുടെ ചരിത്രം മാറിമറിയുന്നത്. തന്റെ പിതാമഹനും പിതാവും പടുത്തുയർത്തിയ മുഗൾ സാമ്രാജ്യം ഒന്നിപ്പിച്ച് ഏകീകൃത ഭരണം തുടങ്ങിയത് അക്ബർ ചക്രവർത്തിയാണ്. 1558 അക്ബർ ആഗ്രയെ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കുകയും ഈ കോട്ടയിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇഷ്ടികയാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട അന്ന് ബാദൽഗഡ് എന്നായിരുന്നു അത്രേ അറിയപ്പെട്ടിരുന്നത്. 1565 അക്ബർ ഇവിടത്തെ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നാശോന്മുഖമായിരുന്ന ഈ കോട്ട രാജസ്ഥാനിലെ ബറോലിയിൽ നിന്നും എത്തിച്ച ചുവന്ന മണൽക്കല്ലുപയോഗിച്ച് അക്ബർ പുതുക്കിപ്പണിതു. കോട്ട മതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം മണൽക്കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000-ഓളം
1000-ഓളം കൽവെട്ടുകാരും അത്ര തന്നെ ചുണ്ണാമ്പ് കൂട്ടുകാരും 8000-ഓളം മറ്റു തൊഴിലാളികളും ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി. 8 വർഷത്തോളം എടുത്ത് 1573-ൽ ഈ കോട്ടയുടെ പണിയെല്ലാം പൂർത്തിയാകുകയും ചെയ്തു. ബംഗാളി ഗുജറാത്തി നിർമ്മാണ ശൈലികളിലുള്ള മനോഹരമായ 500-ഓളം കെട്ടിടങ്ങൾ ഈ കോട്ടക്കകത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അതിൽ കുറെ എണ്ണം താജ്മഹൽ നിർമ്മിക്കാൻ വേണ്ടിയും പിന്നീട് ബ്രിട്ടീഷുകാർ പട്ടാള ബാരക്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയും പൊളിച്ചു മാറ്റി. അക്ബറിന്റെ കൊച്ചുമകനായ ഷാജഹാനാണ് കോട്ടക്കകത്തെ പല നിർമ്മിതികളുടെയും ഇന്നത്തെ രൂപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അക്ബറിന്റെ കാലത്ത് പണിതിരുന്ന എല്ലാ കെട്ടിടങ്ങളും ഷാജഹാൻ പുതുക്കി പണിതു. ചുവന്ന മണൽക്കല്ലിൽ പണിത കെട്ടിടങ്ങളെല്ലാം ഷാജഹാൻ വെണ്ണക്കല്ലിലേക്ക് രൂപമാറ്റം ചെയ്തു. 1707-ൽ ഔറംഗസീബിന്റെ മരണത്തിനു ശേഷം നിരവധി കൊള്ളകൾക്ക് ഈ കോട്ട ഇരയായിട്ടുണ്ട്. ജാട്ടുകളും മറാഠകളും ഇത് പിടിച്ചടക്കി. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ജഹാംഗീരി മഹൽ എന്നു പേരുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. പുരാതനമായ മുഗൾ കൊട്ടാരമാണിത്. ആഗ്ര കോട്ട സമുച്ചയത്തിലെ ഏറ്റവും വലിയ വസതിയും ഇത് തന്നെയാണ്. രാജകീയ സ്ത്രീകൾ താമസിച്ചിരുന്നത് ഈ കൊട്ടാരങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ജഹാംഗീരി മഹലും അക്ബരി മഹലും ഒറ്റ കൊട്ടാരമായിരുന്നു. അക്ബരി മഹലിന് ബംഗാളി മഹൽ എന്നൊരു പേര് കൂടിയുണ്ട്. പിൽക്കാലത്ത് ഇത് 2 മാളികകളാക്കി മാറ്റുകയും ചെയ്തു. അക്ബർ ചക്രവർത്തിയുടെ രജപുത്ര ഭാര്യമാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു. ആഗ്ര കോട്ടയുടെ നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ മാളിക നിർമ്മിക്കപ്പെട്ടിരുന്നു അത്രേ. ഈ കെട്ടിടങ്ങളുടെ എല്ലാം നിർമ്മാണത്തിൽ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ മിശ്രണം നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക വാസ്തുകലയുടെ പ്രത്യേകതകളായ ജാമിതീയ രൂപങ്ങൾക്കും അറബി എഴുത്തുകൾക്കും പുറമെ ഇസ്ലാമിക രീതിക്ക് നിഷിദ്ധമായ ആന, പക്ഷികൾ തുടങ്ങിയ ജന്തുക്കളുടെയും രൂപങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 30ഓളം മുഗൾ കാല കെട്ടിടങ്ങൾ മാത്രമാണ് കോട്ടയുടെ തെക്ക് കിഴക്കൻ കോണിൽ യമുന നദിയോട് ചേർന്ന് അവശേഷിച്ചിരിക്കുന്നത്. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്തകൾ പരാജയപ്പെട്ടതോടെ കോട്ട ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. കോട്ടക്കുള്ളിലെ പല നിർമ്മിതികൾക്കും ബ്രിട്ടീഷുകാർ മാറ്റം വരുത്തി. ഒരു സൈനിക കേന്ദ്രമായാണ് അവർ ഇതിനെ കണക്കാക്കിയത്. പണ്ടുകാലത്ത് തങ്ങളെക്കാൾ ശക്തനായ ഒരു രാജാവുണ്ടെങ്കിൽ തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ രാജാക്കന്മാർ ചെയ്തിരുന്ന ഒരു വിദ്യയാണ് തങ്ങളുടെ പെൺമക്കളെയോ പെങ്ങന്മാരെയോ തങ്ങളെക്കാൾ ശക്തനായ രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നത്. ഇത്തരം വിവാഹങ്ങൾ പല മുഗൾ ചക്രവർത്തിമാരുടെയും വൈവാഹിക ജീവിതത്തിലും കാണാം. ഈ വൈവാഹിക സിസ്റ്റം ലോകത്ത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി രാജവംശങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അന്തപുരത്തിലെ സ്ത്രീകൾ പാട്ടും നൃത്തവുമായി പരിപാടികൾ നടത്തുമ്പോൾ രാജാവ് ഇവിടെ ഇരുന്നായിരുന്നു അത് വീക്ഷിച്ചിരുന്നത്. ഇവിടെ കാണുന്ന കെട്ടിടങ്ങളുടെ നടുമുറ്റത്ത് വെച്ചായിരുന്നു അവർ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. അതിശക്തരായിരുന്നു മുഗൾ സൈന്യം. ഇന്ത്യയിൽ ഏറ്റവും കാലം ഭരണം നടത്തിയത് മുഗളന്മാരാണ്. അന്ന് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം കൂടിയാണ്. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന് കീഴിലാണ് കോട്ടക്കകത്തേക്ക് പബ്ലിക് പ്രവേശിക്കുന്ന ഭാഗങ്ങളുള്ളത്. ഒരു നഗരത്തിനകത്ത് മറ്റൊരു നഗരം, അതാണ് ആഗ്ര കോട്ട എന്ന് പറയാം. അപ്പോ ആഗ്ര കോട്ടയുമായി ബന്ധപ്പെട്ട ചരിത്ര കാര്യങ്ങളാണ് കാര്യമായിട്ടും ഈ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോട്ടക്കകത്ത് ഒരുപാട് നിർമ്മിതികൾ വേറെയുമുണ്ട്. അതിന്റെയൊന്നും വിവരണങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുമില്ല. പടച്ചവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. സോ ആഗ്ര കോട്ടയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. താജ്മഹലിന്റെ സമീപത്തു നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന കോട്ടയുടെ സമീപത്തേക്കെത്താം. ഉത്തർപ്രദേശിലെ ആഗ്രയിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണിത്. പേര് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നൊരു പേര് കൂടി ഈ കോട്ടക്കുണ്ട്. അക്ബർ ചക്രവർത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോട്ട നിർമ്മിച്ചത്. മകനായ സുൽത്താൻ ഔറംഗസീബിനാൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി തന്റെ അവസാന കാലം ചിലവഴിച്ചത് ഈ കോട്ടയിലാണ്. ഈ കോട്ടയ്ക്കകത്തായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഖജനാവ് ഉണ്ടായിരുന്നത്. ആഗ്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് താജ്മഹലാണ്. എന്നാൽ ആഗ്രയുടെ യഥാർത്ഥ ചരിത്രം കിടക്കുന്നത് ഈ കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ്. യമുന നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. AD 1638 വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഈ കോട്ടയായിരുന്നു. AD 1638-ൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ കോട്ടയുടെ 1/3 ഭാഗത്തേക്ക് വിസിറ്റേഴ്സിന് പ്രവേശനമുള്ളൂ. ബാക്കി 2 ഭാഗവും ഇന്ത്യൻ ആർമിയുടെ കൈവശമാണ്. വേനൽക്കാലത്താണെങ്കിൽ